ഭാഗം 42. ഇടവപ്പാതി കോരിച്ചൊരിയുകയാണ്. സമയം 4 മണിയോട് അടുത്തിട്ടേയുള്ളൂ. എങ്കിലും റോഡുകളൊക്കെ ഏകദേശം സന്ധ്യയോട് അടുത്തതുപോലെ ഇരുണ്ട് കിടക്കുന്നു. അല്പം നേരത്തെ ഇറങ്ങിയത് അമ്പലത്തിലേക്ക് പോകാനാണ്. കുറച്ചു ദിവസങ്ങളായി മനസ്സിൽ ഓർമ്മകൾ ഇങ്ങനെ തിങ്ങി നിറയുകയാണ്. ബസ്സിൽ നിന്നും ഇറങ്ങി ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ഒരാൾ പോലും റോഡിലില്ല. ആ ഏകാന്തത കുറച്ചു സമയം അവളെ ഒന്ന് ഭയപ്പെടുത്തിയിരുന്നു. എങ്കിലും കുട നിവർത്തി മഴയിലൂടെ വീട്ടിലേക്ക് നടക്കാനാണ് അവൾ തീരുമാനിച്ചത്. ഇനിയും നിന്നാൽ മഴ ചിലപ്പോൾ ഒരുപാട് കനക്കും. സന്ധ്യയാവുകയും ചെയ്യും. ആൾപ്പാർപ്പില്ലാത്ത ഇടവഴിയിൽ കൂടി മുന്നോട്ട് നടക്കും തോറും ഒരു വാഹനത്തിന്റെ ഇരമ്പൽ അവൾ കേട്ടു. ഒരു നിമിഷം അല്പം ഭയം തോന്നിയിരുന്നു. മഴ ശക്തിയായി പെയ്യുകയാണ്. ഒപ്പം ഇടിയും. തന്റെ മുൻപിൽ കൊണ്ടുവന്ന് വട്ടം ചവിട്ടിയ വാഹനം അവൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതൊരു പോലീസ് വാഹനമായിരുന്നു. അതിൽ നിന്നും ഒരു നീളൻ കുടയും നിവർത്തി ഒരാൾ ഇറങ്ങി വന്നു. ഒരു നിമിഷം അവൾക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. യൂണിഫോമിലാണാൾ. കുളിര് നിറച്ചു പെയ്യുന്ന ആ മാരിയിൽ പോലും അവൾ വിയർത്തു പോയിരുന്നു. അനുവേട്ടൻ. ചുണ്ടുകൾ മന്ത്രിച്ചു. കാറ്റിൽ അവളുടെ കയ്യിലിരുന്ന കുട പറന്നു പോയതുപോലും അവൾ അറിഞ്ഞില്ല. മഴ നനഞ്ഞു തന്നെ നോക്കി നിൽക്കുന്നവളെ അവൻ തന്റെ കുടയിലേക്ക് ചേർത്ത് നിർത്തി. സ്വപ്നമല്ല, സത്യമാണ്. അവളുടെ തോളിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി അവൻ പറഞ്ഞു, വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ആൾക്ക്. നന്നായി ഒന്ന് തടിച്ചിട്ടുണ്ട്. മീശയൊരൽപ്പം കട്ടിവെച്ചിട്ടുണ്ട്. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ചുഴികളെ മറച്ച ദീക്ഷ ഇപ്പോൾ മുഖത്തില്ല. അത് മാത്രമാണ് ആകെയുള്ളൊരു മാറ്റം. അനുവേട്ട. ഇടറിപ്പോയിരുന്നു വിളിച്ചപ്പോഴേക്കും. എന്തോ ഏറെ പ്രണയം നിറച്ചൊരു മറുപടി. എവിടെയായിരുന്നു ഇത്രനാൾ? നീയല്ലേ പറഞ്ഞത് ഇനി കാക്കിയിട്ട് മാത്രമേ നിന്റെ മുൻപിൽ വന്ന് നിൽക്കാവൂന്ന്? അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. ട്രെയിനിങ്, ഫിസിക്കൽ ടെസ്റ്റ്, റിട്ടേൺ ടെസ്റ്റ്, പിന്നെ പോസ്റ്റിംഗ്. കിട്ടിക്കഴിഞ്ഞുള്ള ട്രെയിനിങ് തിരക്കുകളിലായിരുന്നു. പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് ജോലി സ്ഥിരമായത് കഴിഞ്ഞ ദിവസമാണ്. പിന്നെ വച്ച് താമസിപ്പിച്ചില്ല. ഒന്ന് വിളിച്ചു പോലുമില്ലല്ലോ. സന്തോഷം നിറഞ്ഞ കണ്ണുനീർ കണങ്ങളുടെ അടക്കമ്പടിയോടെ പറഞ്ഞു, നിന്റെ സ്വരം കേട്ടാൽ ഞാൻ തളർന്നു പോകും. ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മറ്റെല്ലാം ഉപേക്ഷിച്ച് നിന്നെ കാണാനായി ഞാൻ ഓടിയെത്തും. എനിക്ക് വേണ്ടി നീ ഇത്രയൊക്കെ ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ നീ എന്നോട് ആവശ്യപ്പെട്ട ഒരാവശ്യം നിറവേറ്റാതെ ഞാൻ എങ്ങനെയാണ് നിന്റെ മുൻപിൽ വന്ന് നിൽക്കുക? പരിസരം മറന്നവൾ അവനെ കെട്ടിപ്പിടിച്ചു. ആകാശത്തെ കീറി മുറിച്ചുകൊണ്ടൊരു മിന്നൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൾ ഭയന്നില്ല. ഏറ്റവും സുരക്ഷിതമായ നെഞ്ചിലാണ് അവൾ ഉള്ളത്. അവൻ അവളെ ഒരിക്കൽ കൂടി അടക്കിപ്പിടിച്ചു. എൻ്റെ മോളെ, ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കാൻ എത്ര കാലമായി കൊതിക്കുന്നു. അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇടുക്കി രാജക്കാട് SI ആണ്. ഒഫീഷ്യലായുള്ള പെണ്ണു ചോദ്യത്തിനുള്ള വരവാണിത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. പെണ്ണ് കണ്ടങ്ങ് പോവുകയല്ല, എൻ്റെ പെണ്ണിനെയും കൊണ്ടുപോകും. ഇനി നീയില്ലാതെ വയ്യ. വീണ്ടും അടിച്ച കാറ്റിൽ അവൻ്റെ കുടയും പറന്നു തുടങ്ങിയിരുന്നു. പതിയെ കൈയയച്ച് അവൻ അതിനെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിച്ചു. പിന്നെ പ്രിയപ്പെട്ടവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ മഴ അവർ ഒരുമിച്ച് നനഞ്ഞു. ആ വർഷത്തിന്റെ കുളിരിലും ഇരു ചുണ്ടുകളും തമ്മിൽ അധരമധുരം കൈമാറി. ഏറെ പ്രണയത്തോടെ ഒരു 19 വയസ്സുകാരിയുടെ മനസ്സിൽ എപ്പോഴോ കയറിക്കൂടി ഒരു തെമ്മാടി ചെക്കൻ. അവനെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന വിശ്വാസം പോലുമില്ലാതെ സ്നേഹിച്ചവൾ. ഒരു പ്രതീക്ഷയുടെയും ഭാരമില്ലാതെ അവനെ നെഞ്ചിലേറ്റിയവൾ. അതേ സ്നേഹം സത്യമാണെങ്കിൽ അത് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. പരസ്പരം പുണർന്നു നിൽക്കുമ്പോഴും ഇടതടവില്ലാതെ അവളുടെ നെറ്റിയിലും ചുണ്ടിലുമായി അവന്റെ ചുണ്ടുകൾ മാറി മാറി നൃത്തം ചെയ്തു. ഇനിയുള്ള ഓരോ വർഷക്കാലവും അവരുടെ പ്രണയത്താൽ അതെ, ഇത് പൊതുവഴിയാ. ഇവിടെ ഇങ്ങനെ നിന്നാലോ? ആരെങ്കിലും കണ്ടാൽ പോലീസ് ഉദ്യോഗസ്ഥന് തന്നെയാണ് അതിന്റെ മാനക്കേട്. ചെറുചിരിയോടെ അവനിൽ നിന്നും അല്പം അകന്നവൾ പറഞ്ഞു. അവൻ അവളെ ആകെ ഒന്ന് നോക്കി. ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു പക്വതയുള്ള പെൺകുട്ടിയായി തോന്നുന്നു. സംസാരത്തിലും നടപ്പിലുമൊക്കെ ഒരു ഇരുത്തം വന്നതുപോലെ. പണ്ട് അനുവേട്ട എന്ന് വിളിച്ച് കുറുമ്പും കുസൃതിയും നിറഞ്ഞ പെണ്ണൊന്നുമല്ല. പ്രായത്തിന്റെ പക്വതയോ അതോ അനുഭവങ്ങളുടെ ഉലയിൽ ഊതിക്കാച്ചി ഒരു നൊമ്പരത്തിൽ ലഭിച്ച പക്വതയോ? ഹലോ, ഇതെവിടെയാ? അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ഒരിക്കൽ കൂടി ചോദിച്ചപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത്. കണ്ണു നിറച്ച് കാണുകയാണ് ഞാൻ.
എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമേ. ചുവന്ന മിഴികളെ അവളിൽ നിന്നും ഒളിപ്പിക്കാൻ പാടുപെട്ടവൻ പറഞ്ഞു. നാളുകൾക്ക് ശേഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു നിമിഷമാണ് അനുവേട്ട ഇത്. ഇങ്ങനെ അനുവേട്ടൻ പോലീസ് ജീപ്പിൽ വരുന്നത് ഞാൻ എത്രയോ രാത്രികളിൽ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നോ. ആ സ്വപ്നമാണിന്ന് സാക്ഷാത്കരിച്ചത്. നിറഞ്ഞ കണ്ണുകൾ സാരി തലപ്പ് കൊണ്ട് ഒപ്പി അവൾ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വരട്ടെ ഇപ്പോൾ തന്നെ, എന്നിട്ട് നിന്റെ അച്ഛനോട് സംസാരിക്കട്ടെ. ആകാംക്ഷ നിറഞ്ഞ വാക്കുകൾ. ഇന്ന് വരണ്ട. ആദ്യം അനുവേട്ടൻ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാവണം. കാലങ്ങളായി ഏട്ടനെ കാണാൻ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ടവിടെ. അവിടെ ചെന്ന് അമ്മയെ കാണണം. അവർക്കുള്ള തുണ അനുവേട്ടൻ മാത്രമാണ്. അത് കഴിഞ്ഞ് നാളെ കാലത്ത് തന്നെ അനുവേട്ടൻ വീട്ടിൽ വരണം. അച്ഛനോട് സംസാരിക്കണം. അച്ഛനിപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, ഒരുപാട് മാറി. ഒരു എതിർപ്പും ഉണ്ടാവില്ല. നമ്മുടെ കാര്യത്തിന് സമ്മതമേ ഉണ്ടാവൂ. അല്ലേലും സാരമില്ല. എന്താണെങ്കിലും ഈ വരവിൽ ഞാൻ ഒറ്റയ്ക്ക് തിരികെ പോവില്ല. കൂടെ പോകുമ്പോൾ നീ ഒപ്പം ഉണ്ടാവും. ഇനി നീയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് സാധിക്കില്ല. ഉറച്ചതായിരുന്നു ആ വാക്കുകൾ. എനിക്കും അങ്ങനെ തന്നെയാണ്. എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊന്ന് ചിരിക്കുന്നതെന്നറിയൂ. ഈ ഒരാളായിരുന്നില്ലേ എൻ്റെ ലോകം. എൻ്റെ ജീവിതത്തിൽ എന്നും സന്തോഷം നിറച്ചിട്ടുള്ളത് ഈ മുഖം മാത്രമാണ്. ഒരു നോക്കുപോലും കാണാതെ ജയിലിൽ നിന്ന് വന്നപ്പോഴേക്കും ദൂരെ എവിടേക്കോ മാറി എന്നറിഞ്ഞപ്പോൾ ആദ്യം ഒരു വിങ്ങലായിരുന്നു മനസ്സിൽ. പിന്നെ തോന്നി അതും എനിക്ക് തന്ന വാക്കിൻ്റെ പുറത്തല്ലേന്ന്. അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എല്ലാം തകർന്ന നിമിഷവും നീ എന്നോട് ആവശ്യപ്പെട്ടതൊന്നു മാത്രമായിരുന്നു. ഇനി എൻ്റെ മുൻപിൽ വരുന്നത് കാക്കി യൂണിഫോം ഇട്ടായിരിക്കണമെന്ന്. ആ ഒരു വാക്കിൻ്റെ പുറത്താണ് പിന്നീട് ഞാൻ അങ്ങോട്ട് ജീവിതം ആരംഭിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ ഒന്ന് നിർത്തി. നിന്നോട് കടപ്പാടുണ്ടെന്ന് ഞാൻ പറയില്ല. അതിൻ്റെ ആവശ്യം നിന്നോട് എനിക്കില്ലല്ലോ. നമ്മൾ ഒന്നല്ലേ. പക്ഷേ എൻ്റെ ജീവിതം അത് നിനക്ക് വേണ്ടി മാത്രമാണ്. അതൊരു കടപ്പാടിൻ്റെ പേരിലല്ല. നിനക്ക് ഞാൻ തരുന്ന നിന്റെ അവകാശമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലുമൊക്കെ ഒരുപാട് മുകളിൽ നീ എന്നെ സ്നേഹിച്ചു എന്നല്ല, നിന്റെ സ്നേഹത്താൽ ഞാൻ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും സത്യം. ഈ ലോകത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കുമോ? ഒന്ന് നിർത്തുന്നുണ്ടോ അനുവേട്ട? ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ ഇങ്ങനെ പറയുമ്പോഴാ എനിക്ക് സങ്കടം തോന്നുന്നത്. അത്രമാത്രം ഒന്നും നടന്നിട്ടില്ല. എനിക്ക് അനുവേട്ടനോട് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം തിരിച്ചറിഞ്ഞ നിമിഷം അനുവേട്ടനത് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടു. ആ ജീവിതത്തിൻ്റെ നല്ലതിനു വേണ്ടി എന്തൊക്കെയോ ചെയ്തു. അതൊരു വലിയ കാര്യമായി പറയരുത്. അതാണ് എൻ്റെ വേദന. വാക്കുകളിൽ പരിഭവം കലർന്നു. ഇല്ല മോളെ, അറിഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. അവളുടെ കവിളിൽ തലോടിയാണ് അവനത് പറഞ്ഞത്. കേറു, അടുത്ത മഴയ്ക്ക് മുന്നേ ഞാൻ വീടിൻ്റെ മുന്നിൽ ഇറക്കാം. ഓക്കെ. പിന്നെ അനുവേട്ടൻ നാളെ വരില്ലേ? അതെന്താടി, നിനക്കെന്നെ ഒരു സംശയം പോലെ? സംശയമൊന്നുമില്ല, വരുമെന്ന് എനിക്ക് ഉറപ്പല്ലേ. ദേ, ഈ നിമിഷം വീട്ടിൽ വന്ന് നിന്റെ അപ്പനോട് ചോദിച്ച് നിന്നെ കൂടെ കൊണ്ടാവാനാവും തയ്യാറായാണ് ഞാൻ എത്തിയത്. മീശ തടവി പറഞ്ഞവൻ. ഇന്ന് വേണ്ട അനുവേട്ട. ഈ ഒരു രാത്രി എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാലമല്ല. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നില്ലേ? ഇനി ഒരു രാത്രി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മുൻപോട്ടുള്ള ജീവിതവും ആഗ്രഹിക്കാനുള്ള ഒരു രാത്രി. അത് നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കും അനുവേട്ട. അവനൊപ്പം ജീപ്പിലേക്ക് കയറുമ്പോഴും അവൻ്റെ കൈകൾ വിടാതെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറയാതെ പറയുന്നത് പോലെ. അങ്ങോട്ടുള്ള യാത്രയിൽ വിവേകിന്റെ അവസ്ഥയെപ്പറ്റിയും ഇഷ വന്ന് കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളെപ്പറ്റിയും ഒക്കെ അവൾ പറഞ്ഞിരുന്നു. എല്ലാം കേട്ടപ്പോൾ അനന്തു അമ്പരന്ന് പോയിരുന്നു. താൻ വിചാരിച്ചതിലും എത്രയോ മുകളിലായിരുന്നു അവന്റെ ക്രിമിനൽ പശ്ചാത്തലമെന്നാണ് ആ നിമിഷം അനന്തു ചിന്തിച്ചത്. അവിടെയും ഒരു പെൺകുട്ടിയെ ചതിച്ച് ഇവിടെയും ഒരു പെൺകുട്ടിയെ ചതിക്കുവാനുള്ള പുറപ്പാടിലായിരുന്നു അവൻ. അവന്റെ അവസ്ഥയിൽ ഒട്ടും സഹതാപം തോന്നിയിരുന്നില്ല അനന്തുവിന് എന്നതാണ് സത്യം. വിശ്വാസവഞ്ചന ദൈവത്തിന്റെ കോടതിയിൽ ഒരിക്കലും അംഗീകരിക്കപ്പെടില്ല. അനാഥയായിരുന്ന ഒരുവളെ സനാഥയാക്കാമെന്ന മോഹം നൽകി അവൻ വിശ്വാസവഞ്ചന കാണിച്ചതിന് ഈശ്വരൻ നൽകിയ ശിക്ഷയായിരിക്കുമെന്ന് ആ നിമിഷം അനന്തുവിന് തോന്നിയിരുന്നു. വീടടുക്കാറായപ്പോൾ രണ്ടുപേരുടെയും ഹൃദയം വേർപിരിയാൻ മടിച്ചു നിന്നു. പോട്ടെ, അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. വേണ്ട. അവൻ നിഷേധത്തോട് തലയനക്കി. അവളുടെ കൈകളിലെ പിടി മുറുകി വന്നു. എവിടെയും പോണ്ട, എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നാ മതി, കൊച്ചുകുട്ടികളെ പോലെ പറഞ്ഞവൻ. ഒന്നും മിണ്ടാതെ ആ കരങ്ങളിൽ അവൾ ചുണ്ടു ചേർത്തു. പിന്നെ കുറേ സമയം അത് തൻ്റെ കവിളോട് ചേർത്ത് പിടിച്ചു. കൈകളിൽ ചൂടേറ്റപ്പോഴാണ്
അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായത്. മോളെ ദിവ്യ, ഏറെ ആർദ്രമായി അവൻ വിളിച്ചു. എന്തോ അതിലും ആർദ്രമായി അവൾ മറുപടി കൊടുത്തു. ലവ് യുടാ, റിയലി ലവ് യു. കയ്യിൽ പിടിച്ചിരുന്ന കൈകൾ കൊണ്ട് തന്നെ അവളെ തന്നോട് വലിച്ചു ചേർത്ത് മൂർധാവിൽ ചുണ്ടുകളമർത്തിയിരുന്നു അവൻ. വർഷങ്ങൾക്ക് ശേഷം ശരീരത്തെ ആവരണം ചെയ്ത കരുതലിന്റെ സ്പർശം, അത് തൻ്റെ ശരീരത്തെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. സിരകളിൽ പോലും അഗ്നി പടർത്തുന്നു. ഉള്ളിൽ നിറഞ്ഞു നിന്ന വിഷാദമൊക്കെ എവിടെയോ മാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞിരുന്നു. താൻ പോലും അറിയാതെ തന്നിൽ സന്തോഷത്തിന്റെ അലയൊലികൾ ഉണരുന്നത് അവൾ തിരിച്ചറിഞ്ഞു. ഈ ഒരാളുടെ അസാന്നിധ്യമായിരുന്നില്ലേ തന്നെ ഇത്രയും കാലം വിഷാദത്തിന്റെ ചുഴിയിലേക്ക് എറിഞ്ഞത്? ഈ ഒരുവനാൽ പൂക്കാൻ വെമ്പി നിന്ന വസന്തമല്ലേ തൻ്റെ മനസ്സിൽ വിരഹത്തിന്റെ വർഷമായി പെയ്തത്? മഴ പെയ്തൊഴിഞ്ഞ മാനം തെളിഞ്ഞു. ഇനി വസന്തമാണ്, തങ്ങളെ കാത്തിരിക്കുന്ന പ്രണയത്തിന്റെ ചുവന്ന വസന്തം. ആ വസന്തത്തിൽ അവന്റെ പ്രണയലാസ്യ ഭാവങ്ങൾക്കനുസരിച്ച് താൻ ചുവക്കും, ഒരു വാഗ പോലെ തളിർക്കും, പിന്നെ തളർന്ന അവനിലേക്ക് തന്നെ പതിക്കും. അങ്ങനെ പ്രണയം കൊണ്ട് തന്നിൽ മാന്ത്രികത നിറയ്ക്കാൻ സാധിക്കുന്ന ഈ മായാജാലക്കാരനൊപ്പം ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ ഒന്നായി പൂത്ത് തളിർത്ത് വിടർന്ന് അവസാനം കൊഴിഞ്ഞു വീണ് ഒരു മണ്ണിൽ അവനോടലിഞ്ഞ്, അതാണ് തൻ്റെ പ്രണയ സാക്ഷാത്കാരം. അത്രമേൽ പ്രിയമോടെ ആ ഒരുവനായി വീണ്ടും ജനിക്കണം. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.